നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ്. അതിനായി ഒരു ബൗളിലേക്ക് ഒരളവ് പാത്രത്തിൽ ചെമ്പ പുട്ടുപൊടി ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ശേഷം വെള്ളമൊഴിച്ച് നന്നായി നനയ്ക്കുക. എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ നനയ്ക്കണം. ശേഷം ഒരു ചിരട്ടപ്പുട്ട് മേക്കറിലേക്ക് അല്പം തേങ്ങ ഇടുക. അതിനുശേഷം ശകലം പൊടി വാരി വെക്കുക. ശേഷം ശകലം തേങ്ങയും പിന്നെ ശകലം പൊടിയും കൂടെ വാരി വെച്ച് അതടച്ച് കുക്കറിന് മുകളിൽ വെക്കുക. ആവി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ആവി വന്നിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ ചിരട്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ കോമ്പിനേഷനായി എടുത്തിരിക്കുന്നത് പുട്ടും വാഴപ്പഴവും അല്പം നെയ്യും പഞ്ചസാരയുമാണ്. താങ്ക് യു.